വികസന പദ്ധതികൾ രാജ്യപുരോഗതിക്കും മനുഷ്യന്റെ നിലനിൽപ്പിനും വെല്ലുവിളിയാകരുതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസ് പിറവത്ത് സംഘടിപ്പിച്ച നന്മയോടെ നാടിനൊപ്പം സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. സർക്കാരുകൾ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ രാജ്യപുരോഗതിക്കും മനുഷ്യന്റെ നിലനിൽപ്പിനും വെല്ലുവിളിയാകരുതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസ്. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ അശാസ്ത്രീയമായും പാരിസ്ഥിതിക പഠനങ്ങൾ ഇല്ലാതെയുമുള്ള പദ്ധതികൾ നടപ്പിലാക്കരുതെന്നും പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നന്മയോടെ നാടിനൊപ്പം സ്നേഹക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മനുഷ്യന് നിലനിൽക്കുവാൻ പ്രകൃതിയുടെ സംരക്ഷണം ഉറപ്പാക്കപ്പെടേണ്ടതായി. മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. വെള്ളവും ഭക്ഷണവും, എന്തിന് പ്രാണവായുവിനെ പോലും നമ്മൾ ആശ്രയിക്കുന്നത് പ്രകൃതിയെയാണ്. വലിയ ഒരു പ്രകൃതി സമ്പത്താണ് കേരളം. നമ്മുടെ പ്രകൃതി സമ്പത്ത് വനം മാഫിയകളും ഭൂമാഫിയകളും മണൽ മാഫിയകളും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കുന്നതിനും പ്രതിഷേധം തീർക്കുന്നതിനും മലയാളികൾക്ക് കഴിയും. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു മാത്യു അധ്യക്ഷത വഹിച്ചു. നമ്മളുടെ എല്ലാം ആഗ്രഹമാണ് നല്ലൊരു സമൂഹം രൂപപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നന്മയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സത്യസന്ധത, കരുണ, അതുപോലെ പരസ്പര ബഹുമാനം, അതുപോലെ തന്നെ നമ്മുടെ സഹകരണം എന്നീ മൂല്യങ്ങളെല്ലാം ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ. പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാറും കുഞ്ഞിളം കയ്യിൽ സമ്മാനം വിതരണം സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് മടത്തിക്കുന്നത്തും ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹജീവികളോട് അവശത അനുഭവിക്കുന്നവരോട്, നീതി നിഷേധിക്കപ്പെട്ടവരോട്, മറ്റുള്ളവരുടെ സഹായം അത് നിഷേധിക്കപ്പെട്ടവരോട്, അങ്ങനെയുള്ള നിരവധിയായുള്ള ആളുകളോട് പ്രതിബദ്ധതയുള്ളതായിരിക്കണം മനുഷ്യൻ എന്നുള്ള മഹത്തായ സന്ദേശമാണ് സോഷ്യൽ ജസ്റ്റിസ് ഫോറം നൽകുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഫോറം കഴിഞ്ഞ വർഷവും ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തതാണ്. എല്ലാ വർഷവും നടത്തണം. സാമൂഹിക നീതി എന്നുള്ള വലിയ ആ കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബു തോമസ് ഗുരുവന്ദനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിയിൽ മാതാപിതാക്കന്മാരെ ആദരിച്ചു. മൂവാറ്റുപുഴ താലൂക്കിലെ മികച്ച സ്കൂളിനുള്ള സെന്റർ ഓഫ് എക്സലൻസ് അവാർഡ് പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂളിനും ബെസ്റ്റ് അക്കാദമിക് ഗൈഡൻസ് അവാർഡ് മൈ ലൈഫ് ഫൗണ്ടേഷനും നൽകി. സമ്മേളനത്തിൽ RLV സാലി രാജഗോപാൽ, MK ഡാനിയൽ, LB പൗലോസ്, പ്രിൻസ് ഡാലിയ, ജോമിയം ജോർജ് എന്നിവരെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ജിജിമോൾ ജോജി, PU ഗീതു, ബിബിൻ റോഷ്, M നികേഷ്, സെമി AR, മായ ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബ്രീസി പൗലോസ്, ജില്ലാ കമ്മിറ്റി അംഗം രാജി PC തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.